ഫാസിൽ തിരക്കഥ എഴുതി കമൽ സംവിധാനം ചെയ്ത ചിത്രമാണ് കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ. 1988 പുറത്തിറങ്ങിയ നായികാ പ്രാധാന്യമുള്ള ഈ ചിത്രത്തിൽ രേവതിയും അംബികയുമാണ് പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ചത്. ഈ ചിത്രത്തിലെ അഭിനയത്തിന് രേവതിക്ക് മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡ് ലഭിച്ചിരുന്നു. ഇപ്പോൾ കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ രേവതിയെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ കമൽ. കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന സിനിമയുടെ പ്രത്യേകതയായി എനിക്ക് തോന്നിയത് അത് നായികമാർക്കേറെ പ്രാധാന്യമുള്ള സിനിമയാണ് എന്നതാണ്. അതിൽ 2 നായികമാരുണ്ട്. ഒന്ന് രേവതിയായിരുന്നു, മറ്റൊന്ന് അംബികയും. അതിൽ രേവതിയുടെ കഥാപാത്രത്തിലേക്ക് പുതുമുഖങ്ങളെ കൊണ്ടുവരാമെന്നായിരുന്നു കരുതിയത്. അതിനുവേണ്ടി കുറേ ഓഡീഷൻസ് ഒക്കെ നടത്തിയിരുന്നു. കുറേ കുട്ടികളെ കൊണ്ട് അഭിനയിപ്പിച്ചിരുന്നു. ആരെയും നമുക്ക് തൃപ്തി വരുന്നുണ്ടായിരുന്നില്ല. ആ കഥാപാത്രത്തിലേക്ക് രേവതി എങ്ങനെയുണ്ടാകുമെന്ന് ഫാസിൽക്ക ആദ്യമേ ചോദിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് രേവതി ഒരു ദിവസം വന്ന് കഥ കേട്ടു. അന്ന് രേവതി ഒരുപാട് എക്സൈറ്റഡായി. അവർ എന്നോട് വന്നിട്ട് ആ കഥാപാത്രത്തിന് വേണ്ടിയുള്ള രൂപത്തെപ്പറ്റിയൊക്കെ ചോദിച്ചു. കല്ലുമാലയൊക്കെ ഇട്ട ഒരു പെൺകുട്ടിയാണ് ആ കഥാപാത്രമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു തവണ മേക്ക് ഓവർ ചെയ്ത് കാണിക്കട്ടെ, അപ്പോഴേ ഒരു കോൺഫിഡൻസ് വരികയുള്ളൂ എന്ന് രേവതി പറഞ്ഞു. ഫാസിൽക്ക അങ്ങനെ ചെയ്തോളൂവെന്ന് പറഞ്ഞതോടെ അന്ന് രേവതി തിരികെ പോയി. പിന്നെ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ രേവതി വരുന്നുണ്ടെന്ന് പറഞ്ഞ് കോൾ വന്നു. ഞാൻ അവരെ കാണാനായി ചെന്നു. അന്ന് അവർ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ സിനിമയിലെ രേവതി എങ്ങനെയാണോ ഉള്ളത് ആ രൂപത്തിൽ മേക്കപ്പ് ചെയ്താണ് അവരെ കാണുന്നത്. ഞങ്ങളെ അന്ന് രേവതി ഒരുപാട് അത്ഭുതപ്പെടുത്തി. ഇങ്ങനെ മതിയോ എന്ന് രേവതി ചോദിച്ചു. ആ കോസ്റ്റ്യൂം പോലും ധരിച്ചാണ് അവർ വന്നത്. രേവതി ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഡെഡിക്കേഷൻ അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, കമൽ പറഞ്ഞു.